പറയുന്നത്. അതായത് ഈ ക്യാൻസർ വിദഗ്ധൻ പറഞ്ഞേക്കുന്ന കാര്യം എന്ന് പറയുന്നത് എത്രയോ കാര്യങ്ങളുണ്ട്. ഈ 10-20 കൊല്ലമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ ആ ഒരു കീമോ ചെയ്യുമ്പോൾ എങ്ങനെ സൈഡ് എഫക്റ്റ് നമുക്ക് കുറയ്ക്കാം, ഇനി സർജറി ചെയ്തേച്ച് എത്ര ആൾക്കാർ നമുക്ക് ജീവനോട് തിരിച്ച് കിട്ടാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ അളവ് എങ്ങനെ കൂട്ടാം, മെഡിസിൻ്റെ ഇത് കൊടുത്തേച്ച് എന്താ പറയുക പലതരം സൈഡ് എഫക്റ്റും കാര്യങ്ങളുണ്ട്, അതിൻ്റെ അളവ് എങ്ങനെ കുറയ്ക്കാം. അങ്ങനെ സ്വന്തം സബ്ജക്റ്റിൽ തന്നെ കൂടുതൽ റിസർച്ച് ചെയ്ത് പോകുന്നതിന് പകരം അവിടെ പറഞ്ഞ ഇത് ശരിയായില്ല, ഇവിടെ പറഞ്ഞത് ശരിയായി. കാരണം ഞാൻ ആ വ്യക്തിയുടെ ഇത് നോക്കി, എന്താ പറയുക യൂട്യൂബ് ചാനൽ നോക്കിയപ്പോഴത്തേനും അതിനകത്ത് ആദ്യത്തെ ഭൂരിഭാഗം വീഡിയോകളെന്ന് പറയുന്നത് ഇത് തേച്ചാൽ ക്യാൻസർ വരും, ഇത് തേച്ചാൽ ക്യാൻസർ വരത്തില്ല, അപ്പോൾ ഇന്നതാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ പറയുന്നതിനൊക്കെ 1000-2000 വ്യൂ. ഞാനൊന്ന് ഒരെണ്ണത്തിന് 50 വ്യൂ ഒക്കെ കടത്തേക്കുന്നത്. മനോ ജോൺസനെ കുറ്റം പറയുമ്പം 5 ലക്ഷം വ്യൂ, അഖിലവിനോദിനെ കുറ്റം പറയുമ്പോഴത്തേനും 5 ലക്ഷം വ്യൂ. ഇപ്പോൾ ലക്ഷക്കണക്കിന് വ്യൂ കിട്ടുന്നത് എന്ത് സുഖപരിപാടിയാണ്. അപ്പം ഞാൻ ഇനി പഠിച്ചതെല്ലാം വേസ്റ്റ്, ഇനി ഇതെല്ലാം മാറ്റി വെക്കാം. എനിക്കിനി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും കാലമായിട്ട് പഠിച്ച് ഇരുന്നിട്ട് എനിക്കിനി നിലനിൽക്കാനായിട്ട് ആരെങ്കിലും നല്ല രീതിയിൽ പറയുന്നു, നല്ല ഫോളോവേഴ്സ് ഉണ്ട്, നല്ല റീച്ചുള്ള ആൾക്കാരെ ഒന്ന് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് ആളുകൾ കാണുന്നത്. അപ്പോൾ ഇതൊരു മാനസിക പ്രശ്നമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ചിന്താഗതിയാണ്. അപ്പം സ്വയം ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാർ, സ്വന്തം സിസ്റ്റത്തിനെ കുറിച്ച് വിലയില്ലാത്ത ഇൻസെക്യൂരിറ്റി എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത്. കാരണം ആയുഷ് എന്ന് പറയുന്ന ഇത്രയും നമ്മളുടെ സംസ്കാരം ആണല്ലോ അത്. ഈ ആയുർവേദം, യോഗ, നാച്ചുറോപ്പതി, ചിത്ത എല്ലാം ഉള്ള ഈ ഒരു സിസ്റ്റത്തിനെ താറടിച്ച് കാണിച്ചിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. കാരണം നമ്മളുടെയൊക്കെ എത്രയോ 5000 വർഷം മുമ്പ് ഉള്ളത് ആർക്കാണ് ഈ മെഡിസിൻ ഒക്കെ ഇപ്പോൾ ഒരു അജണ്ട എന്നാണെന്നറിയാമോ? എന്തെങ്കിലും ഒരു ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം വരുന്നു, അല്ലെങ്കിൽ SGPT ഒന്ന് കൂടുന്നു, അപ്പം ഒരു അജണ്ട ആയിട്ട് പറഞ്ഞേക്കാണ് നിങ്ങൾ കഷായം എടുത്തിട്ടുണ്ടോ, നിങ്ങൾ അരിശം കുടിച്ചിട്ടുണ്ടോ. ഇത് തന്നെയാണ് ചേട്ടാ. ഇത് അതിൻ്റെ അപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ ഒരു ബാഡ് ലേബൽ അടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട്. പക്ഷേ ഇത് എനിക്ക് ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഒത്തിരി ഓങ്കോളജിസ്റ്റ് യോഗ ചെയ്യൂ, നിങ്ങളുടെ ഈ കീമോതെറാപ്പിയുടെ സൈഡ് എഫക്ട്സ് മാറും എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പർട്ടിക്കുലർ വ്യക്തി എന്ന് പറയുന്നത് എന്നെ ബാധിക്കുന്നേ ഇല്ല. അല്ല, അങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സ്ട്രെസ്സ്, ഒരു കീമോ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, സർജറി കഴിഞ്ഞിരിക്കുന്ന ഒരാൾ, ജീവിതമേ ഇല്ല എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ഒരാൾക്ക് ഈ സ്ട്രെസ് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യേണ്ട. അപ്പം നമ്മളെല്ലാവരും ഹാൻഡ് ഇൻ ഹാൻഡ് പ്രവർത്തിക്കേണ്ട ആൾക്കാർ. ഒരു വ്യക്തി അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് നമുക്കൊന്നും സംഭവിക്കാനില്ല. കാരണം ഈ ഒരു ലോകത്തിനറിയാം, ഞാനോ അല്ലെങ്കിൽ ഡോക്ടർ മനോജോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റുകൾ പറഞ്ഞ് ഇവർക്കൊരു ബോധവൽക്കരണമാണ് നമ്മൾ സമൂഹത്തിന് ചെയ്യുന്നത്. ഈ ഒരു ആൻറ്റി TPയോ ആൻറ്റി TGയും ഒന്ന് ടെസ്റ്റ് ചെയ്താൽ ഇവിടെ ഭൂകമ്പം ഒന്നും സംഭവിക്കില്ല.